ഇങ്ങനെ പോയാൽ തരൂർ ജയിക്കും. പക്ഷേ ജയിച്ചിട്ട് എന്നാ ചെയ്യാനാ? നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നിരീക്ഷണ പരീക്ഷണ വിധേയമാക്കി നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹിക നിരീക്ഷകരും ഊഹാപോഹ വിദഗ്ധരും ഒക്കെ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ പോയാൽ തരൂർ തന്നെ ജയിക്കാനാണ് സാധ്യതയെന്നാണ്. അതെന്താ എന്ന് ചോദിച്ചാൽ അന്നേരം അവർ തിരിച്ചു ചോദിക്കും, വേറെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടോ എന്ന്. ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, പപ്പനാവൻ്റെ മണ്ണിലെ മനിതന്മാരാണ്. ഒരു പരിധിവരെ ശരിയല്ലേ? നിങ്ങൾ പറ, വേറെ ആരുണ്ട്? കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുക. തരൂരല്ലാതെ വിജയസാധ്യതയുള്ള വേറെ ആരുണ്ട് കോൺഗ്രസിൽ? പണ്ടൊരു ശിവകുമാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശിവകുമാർ എന്ന് കേട്ടാൽ നായന്മാർ തന്നെ മടലെടുക്കും. ബാക്കിയുള്ള കൊള്ളാവുന്ന നായന്മാരൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇടതുപക്ഷത്തേക്ക് വന്നാൽ മാമൂലനുസരിച്ച് തിരുവനന്തപുരം CPIക്കാർക്ക് തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. അതിലാണെങ്കിൽ തരൂരിൻ്റെ 7 അയൽപക്കത്ത് നിർത്താവുന്ന ഒരു സാധനം പോലുമില്ല. ഏത് സ്ഥാനാർത്ഥി നിന്നാലും കടലയും ആട്ടിൻകാട്ടവും പോലെയുള്ള വ്യത്യാസമുണ്ടാവും. ഇത്തവണ പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന CPI സ്ഥാനാർത്ഥിയുടെ പേര് മന്ത്രി GR അനിലിൻ്റെ പേരാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയൊരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ടെന്ന് തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല എന്നതാണ് പരമാർത്ഥം. കാരണം ഇങ്ങനെയുള്ള തിരിഞ്ഞുകടിക്കാത്ത മണഗുണാഞ്ചന്മാരെയാണ് പിണറായി പ്രത്യേകം തിരഞ്ഞു പിടിച്ച് മന്ത്രിയാക്കി വച്ചിരിക്കുന്നത്. ഇത്തരം നിർഗുണന്മാരെ നിർത്തുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കുവാൻ പോകുന്നത് ഇത്തവണയും BJP തന്നെയായിരിക്കും. കാരണം CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ് BJP സ്വാധീനം വർദ്ധിക്കുന്നതായി കാണുന്നത്. കഴിഞ്ഞ CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അംഗത്വം വർദ്ധിച്ചതിൽ മുന്നിലാണ് തിരുവനന്തപുരം ജില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ച് കാണുന്നില്ല. CPM പിന്തുണയാണ് വോട്ട് വിഹിതം നിശ്ചയിക്കുന്നത്. CPM പിന്തുണ ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതി നേതൃത്വത്തിനുമുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാനും നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് പോരായ്മ. പക്ഷേ ആരെയൊക്കെ ഇറക്കിയാലും തരൂരിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു മുതൽ ഈ അന്തംകമ്മി ടീംസിൽ വരുന്ന ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷയുള്ള മണ്ഡലമായി തിരുവനന്തപുരത്തെ BJP പറയുന്നതിന് പിന്നിൽ ചില കണക്കുകളുണ്ട്. കേന്ദ്രത്തിൽ BJP സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ തുടർച്ചയായി വലിയ വർധനമുണ്ടാക്കിയ പാർട്ടി BJP മാത്രമാണ്. CPIയുടെയും കോൺഗ്രസിൻ്റെയും വോട്ട് വിഹിതത്തിൽ ഗണ്യമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടായി. നായർ ബ്രാഹ്മണ സമുദായങ്ങൾക്ക് നഗരമേഖലയിലുള്ള സ്വാധീനവും BJP കേന്ദ്ര നേതാക്കളോട് ആഭിമുഖ്യമുള്ള വിഭാഗങ്ങളും BJP അനുഭാവ സമുദായ സംഘടനകളുമെല്ലാം BJP വോട്ട് ബാങ്ക് ഉയർത്തുന്നുണ്ട്. ഇത്തവണയും ഇക്കാര്യത്തിൽ ആനുപാതികമായ വർധനമുണ്ടാകും എന്നതും തീർച്ചയാണ്. BJP കേന്ദ്രം ഭരിക്കുന്നതിനാൽ തലസ്ഥാനത്ത് നിന്ന് ഒരു BJP MP ഉണ്ടാകുന്നത് ഗുണകരമാകുമെന്ന് കരുതുന്നവരും ഇത്തവണ BJPയുടെ ശക്തിയാണ്. 2014 ശശി തരൂർ കോൺഗ്രസിനായി 2ാം തവണ മത്സരിക്കാനിറങ്ങിയപ്പോൾ ഭൂരിപക്ഷം 15,470 വോട്ടായി കുറയ്ക്കുവാൻ BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന് കഴിഞ്ഞിരുന്നു. ആ വർഷം കേന്ദ്രത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് BJP അധികാരത്തിലെത്തിയത്. ഇനി നമുക്ക് ആ വളർച്ചയുടെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. 1998 കേരളവർമ്മ രാജ മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് വെറും 94,303 ആയിരുന്നു. 1999 O രാജഗോപാൽ മത്സരിച്ചപ്പോൾ വോട്ട് 1,58,221 ഉയർന്നു. 2004 O രാജഗോപാൽ വീണ്ടും മത്സരിച്ചപ്പോൾ വോട്ട് 2,28,052 2009 PK കൃഷ്ണദാസ് മത്സരിച്ചപ്പോഴാണ് വോട്ട് വിഹിതം കുത്തനെ ഇടിഞ്ഞത്. 84,094 വോട്ടായി. മണ്ഡലത്തിൽ ശക്തിയുള്ള നീലലോഹിതദാസൻ നാടാർ BSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 84,094 വോട്ട് നേടിയതും ശശി തരൂർ ആദ്യമായി മത്സരിക്കാനെത്തിയപ്പോഴുണ്ടായ ആവേശവുമെല്ലാം BJPയുടെ വോട്ട് കുറച്ചു. 2014 O രാജഗോപാൽ മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് 2,82,336. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ 3,16,142 ഉയർന്നു. കഴിഞ്ഞ 21 വർഷത്തിനിടെ 94,303 വോട്ടെന്നത് 3,16,042 ഉയർന്നു. വോട്ട് വർധന 2,21,839. O രാജഗോപാലിനെയും കുമ്മനത്തെയും പോലുള്ള നേതാക്കൾ മത്സരിക്കാനിറങ്ങിയത് BJPക്ക് വമ്പിച്ച നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. BJPയുടെ ജയം ഇത്രയും കാലം തടഞ്ഞത് തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. ഈ വോട്ടുകൾ കൂടി സമാഹരിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെയാണ് BJP നിർത്തേണ്ടത്. ശശി തരൂർ 2009 മത്സരിക്കാൻ എത്തിയ ശേഷം കോൺഗ്രസ് വോട്ടുകൾ
3 ലക്ഷമോ അതിലധികമോ ആയി നിലനിന്നു. ആദ്യം മത്സരിക്കാനെത്തിയപ്പോൾ തരൂരിന് ലഭിച്ചത് 3,26,725 വോട്ടുകൾ. കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണവും തരൂരിൻ്റെ വ്യക്തിപ്രഭാവവും വോട്ടുയർത്തി. മുൻപ് മത്സരിച്ച VS ശിവകുമാറിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ടുകൾ തരൂരിന് കൂടുതലായി ലഭിച്ചു. 2014 BJP അനുകൂല തരംഗം കേന്ദ്രത്തിലുണ്ടായപ്പോൾ വോട്ട് 2,97,806 കുറഞ്ഞു. എന്നാൽ 2019 ലഭിച്ച വോട്ട് 4,16,131. BJP വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും BJP ജയിക്കരുതെന്ന് ചിന്തിച്ച LDFിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിന് ലഭിച്ചു. ലക്ഷണം കണ്ടിട്ട് ഇത്തവണയും തരൂരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും യുവാക്കളുടെ വോട്ടും തുണയാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. എല്ലാ സാമൂഹിക വിഭാഗങ്ങൾക്കും സ്വീകാര്യൻ എന്ന പ്രതിച്ഛായയാണ് തരൂരിൻ്റെ കരുത്ത്. 2014 7-ൽ 4 മണ്ഡലങ്ങളിലും പിന്നിലായിട്ടും തീരദേശ മേഖലയാണ് തരൂരിനെ തുണച്ചത്. ആ ശക്തിയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല വിശ്വാസവുമുണ്ട്. LDFിന് CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആശ്വസിക്കുവാനുള്ള വകയില്ല. 2014-ലും 2019-ലും CPI 3-ാം സ്ഥാനത്തേക്ക് തലസ്ഥാനത്ത് തള്ളപ്പെട്ടു. ഇത്തവണയും അത് ആവർത്തിക്കും, വോട്ടും കുറയും. തിരുവനന്തപുരത്തും തൃശ്ശൂരും ഇത്തവണ BJPക്ക് വളരെയേറെ അനുകൂല സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് തരൂരിനെതിരെ നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കുവാൻ BJPക്ക് നിലവിൽ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ ഉറപ്പുള്ള മണ്ഡലത്തിൽ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള ദേശീയ നേതാക്കളെ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ടെന്ന വാർത്ത പ്രചരിക്കുന്നത്. ജാതിമത ഭേദമന്യേ തലസ്ഥാന നിവാസികളിൽ പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തരൂർ BJP സ്ഥാനാർത്ഥിയായി വന്നിരുന്നെങ്കിൽ എന്നതാണ്. കാരണം തരൂർ കോൺഗ്രസ് MPയായി ഡൽഹിയിൽ പോയിട്ട് യാതൊരു പ്രയോജനവും അദ്ദേഹത്തിനോ തിരുവനന്തപുരത്തിനോ ഉണ്ടാവില്ല എന്നതാണ്. ഇദ്ദേഹത്തിലൂടെ കേരളത്തിലെ ആദ്യത്തെ ഒരു BJP MPയെ കൊടുത്താൽ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടും എന്നത് ഉറപ്പാണ്. ക്യാപ്റ്റനാകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാരനായി ബെഞ്ചിലിരിക്കുവാൻ പോകുന്ന അവസ്ഥയുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ തരൂർ പോകണോ എന്ന് തരൂർ ആലോചിക്കുക. ഇങ്ങനെ ഒരാളെ വെറുതെ അയക്കണമെന്ന് തിരുവനന്തപുരംകാരും നന്നായി ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.